മതിവരില്ല എന്ന് തോന്നിപ്പിക്കുന്ന നിർമ്മിതികളും കാഴ്ചകളും. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. സ്വപ്നത്തെ പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യം കാണുന്നവരുടെ കണ്ണുകൾക്ക് നൽകുന്ന ഇടങ്ങൾ. അങ്ങനെയൊന്നാണ് ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 1500 വർഷങ്ങളുടെ പഴക്കമുള്ള ഹാങ്ങിങ് ടെമ്പിൾ. ആധുനിക വാസ്തുശൈലിക്ക് ഒരു അത്ഭുതമാണിത്. ഷെങ്ഹാൻ പർവ്വതത്തിന്റെ കുത്തനെ നിൽക്കുന്ന പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ഹാങ്ങിങ് ടെമ്പിൾ. ബുദ്ധമതം, താവോയിസം, കൺഫ്യൂഷനിസം എന്നീ 3 മതങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന നിലവിലുള്ള ഒരേയൊരു ക്ഷേത്രമാണ് ഇത്. 3 മതങ്ങളിലെയും സന്യാസിമാരെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവതയും ഈ ക്ഷേത്രത്തിലുണ്ട്. ചരിത്രത്തിലെ രാജവംശങ്ങളുടെ ഭീഷണികളെ അതിജീവിക്കുവാൻ ഈ ക്ഷേത്രത്തിന് സാധിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. വടക്കൻ വെയ് രാജവംശത്തിന്റെ അവസാന കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ക്യൂപിംഗ് കൊടുമുടിയുടെ മുകളിലായി ഭൂമിയിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ, അതായത് 246 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിന് ഇരുമ്പ് ചങ്ങലകളും ബീമുകളും ഉപയോഗിച്ച് ഇത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രം വായുവിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തെ താങ്ങി നിർത്തുന്നത് പാറയുടെ വശത്ത് ആഴത്തിൽ ഘടിപ്പിച്ച 27 മേൽപ്പാലങ്ങളാണ്. ക്ഷേത്രത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിന് ഇരുമ്പ് ചങ്ങലകളും ബീമുകളും ഉപയോഗിക്കുന്നു. 32 മീറ്റർ നീളമുള്ള ഈ ക്ഷേത്രത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. തെക്കുഭാഗത്ത് ആകെ 3 നിലകളുണ്ട്. ഇതിന് ഏകദേശം 8 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുണ്ട്. ചുനിയാങ് കൊട്ടാരം, സാങ്വാൻ ഹാൾ, ലൈൻ ഹാൾ എന്നിവയാണ് ഇവിടെയുള്ളത്. ലൈൻ ഹാൾ ഒരു ബുദ്ധമത ഹാളാണ്. ഇത് തെക്കു ഭാഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇടിയുടെ ശബ്ദം എന്നാണ് ലൈൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. വടക്കു ഭാഗത്ത് ഏകദേശം 7 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമാണ് ഉള്ളത്. വുഫോ ഹാൾ, ഗുവാനിയൻ ഹാൾ, സാൻജിയാവോ ഹാൾ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്നത്. 3 ഹാളുകളിൽ ഏറ്റവും താഴ്ന്ന ഹാളാണ് വുഫോ ഹാൾ. ഗുവാനിയൻ ഹാൾ മധ്യഭാഗത്തുള്ളതാണ്. സാൻജിയാവോ ഹാൾ മുകൾ ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടേക്ക് യാത്ര ചെയ്യാൻ മികച്ച സമയമെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് ചൂട് വളരെ കുറവായിരിക്കും. തണുപ്പ് അത്ര കൂടുതലുമായിരിക്കില്ല. മലനിരകളിലെ മഞ്ഞു കാണുന്നതും മഞ്ഞിന്റെ ചിത്രങ്ങൾ പകർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാകും ഉചിതം.